Hello guys, welcome back to my YouTube channel. ഒരു മിനിറ്റ്. നിങ്ങൾ എന്നെ കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ക്യാമറ പിടിച്ചേക്കുന്ന രീതി ഇത്തിരി ക്ലിയർ ഇല്ല. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഈ ഫോൺ കേസ് ഡെക്കോറിംഗ് ആണ്. നമുക്കതിൽ തുടങ്ങിയാലോ? നമുക്ക് ചെയ്ത് തുടങ്ങാമേ. അപ്പോൾ ഇതാണ് ഫോൺ കേസ്. നിങ്ങൾ ഇതിന് എത്ര റേറ്റ് ചെയ്യുന്നതും കൂടെ ഒന്ന് പറയണേ. ഞാൻ ക്യാമറ മണ്ടയ്ക്ക് വെക്കുന്നുണ്ട്, എനിക്കെപ്പോഴും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ എത്ര റേറ്റ് ചെയ്യുന്നതും കൂടെ പറയണേ. ഇത് ആദ്യം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടിങ്ങനെ ഇട്ട് അത് ഞാൻ പിന്നീട് വേറൊരു ദിവസം ബ്ലൂ കളർ ഞാൻ വെച്ച് ഉണ്ടാക്കി കാണിച്ചു തരാം. ഞാൻ വെച്ചിങ്ങനെ കവർ ചെയ്യണം ഈ ഫോൺ. ഇതുപോലെ കവർ ചെയ്തെടുക്കണം. ഞാൻ കൊണ്ട് സെറ്റ് എൻ്റെ ഞാനിവിടെയൊക്കെ കിടപ്പുണ്ട്. ഇതാണ് അതിൻ്റെ ഞാൻ കമ്പ് പോലെയാണ് ഇരിക്കുന്നത്. കാരണം അതിൻ്റെ മേലെ കൂടെ ഞാൻ ഗമ്മെടുത്ത് ഒഴിച്ചായിരുന്നു. കിട്ടിക്കിട്ടുന്ന സൗണ്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് കളർ ഇതിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞില്ല. വൈറ്റ് കളർ രണ്ടെണ്ണത്തിലും ഉണ്ട്. രണ്ടെണ്ണം കൂടെ മിക്സ് ചെയ്തെടുക്കാം. അതൊക്കെ നമുക്ക് ഐശ്വര്യമായിട്ട് വെളിയിൽ തന്നെ കാണാം. ഈശ്വരാക്കത്തണേ ചുമ്മാ. ലിക്വിഡ് ബ്ലാക്ക് കളർ, ലിക്വിഡ് വൈറ്റ്. ഈ ചില ആർട്ടിസ്റ്റിന് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ ചില ആർട്ടിസ്റ്റിന് മാത്രമേ അറിയത്തുള്ളൂ. ആർട്ട് ചെയ്യുമ്പം വൈറ്റ് കളറിന് കോട്ടടിച്ചെടുക്കുമ്പോൾ നല്ല രസമായിരിക്കും. വൈറ്റ് കളർ കോട്ടടിച്ചെടുക്കുമ്പം നല്ല രസമായിരിക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം ഞാൻ അതൊന്ന് ശ്രമിച്ച് നോക്കാമെന്ന് വെച്ചു. നിങ്ങൾ വിചാരിക്കും അപ്പം അനുഷ്ക ഇത് ചെയ്തപ്പം അനുഷ്ക വൈറ്റ് കളർ കോട്ടൊന്നും അടിച്ചോ ഇല്ലേന്ന്. ഗൈസ്, അടിച്ചു. കാരണം ഞാൻ ആദ്യം ചെയ്തപ്പം യാൺ കൊണ്ട് ചെയ്തപ്പം ഓൾറെഡി വൈറ്റ് കളർ കോട്ട് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വൈറ്റ് കളർ കോട്ട് ഞാൻ ചെറുതായിട്ട് മാത്രമേ യൂസ് ചെയ്തുള്ളൂ. പിന്നെ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും എന്തോ ഈ ഫോൺ കേസിൽ ഇങ്ങനത്തെ ബമ്പ് വരൂലേ, അതൊന്നും നിങ്ങൾക്ക് അനുഷ്ഠിക്ക് കുഴപ്പമില്ലെന്ന്. എനിക്ക് കുഴപ്പമുണ്ട്, പക്ഷെ നമുക്ക് അതിൻ്റെ കൂടെ ഒരു പെയിൻ്റ് അടിച്ചെടുക്കണം. എനിക്കതിങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൽ ദേഷ്യം വരുന്ന ടൈമാണ് ഇതൊക്കെ. പിന്നെ ഗൈസ്, ഞാൻ ഒരു സെക്കൻഡ് ഒന്ന് ബ്രേക്ക് എടുക്കണേ ഗൈസ്. ഒരാളെ എന്നെ വിളിക്കുന്നതല്ല, എന്നെ ഒരാൾ തേടുന്നു. ആ ആളിനെ ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, ഞാൻ വന്നു. ഞാൻ ശരിക്കും പോയത് ഒരാളെ കാണാനാണ്. ദൂരമൊന്നും പോയില്ല, ജസ്റ്റ് അപ്പുറത്തെ മുറി വരെ പോയത്. എൻ്റെ അച്ഛൻ എന്തോന്നോ ചോദിച്ചു. അവിടെ പപ്പ ന്യൂസ് കണ്ടിട്ടില്ലേ, പിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ ന്യൂസ് കണ്ടിരുന്നു. തുടങ്ങി ഒരു പണി നോക്കില്ല. ഈ സൈഡിലൊക്കെ പെയിൻ്റ് അടിച്ചെടുക്കണം. സൈഡൊക്കെ ഒരുമാതിരി ഇരിക്കുന്നത് ഗമ്മേ. അതുകൊണ്ട് ഞാൻ ഒരു ഡബിൾ കോട്ടൊക്കെ അടിച്ചെടുക്കും. ഫസ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങാറുണ്ട്, കാരണം ആ ഒരു ഗമ്മിൻ്റെ ടെക്സ്ചർ വരുന്നുണ്ട്. ഓക്കെ, എൻ്റെ മറ്റേതെന്ന് പറഞ്ഞാൽ നേരത്തെ ഈ ഒരെണ്ണം ഉണ്ടാക്കിയില്ല. അതിൻ്റെ വൈറ്റ് പർപ്പിൾ കളർ ഉണ്ടായിരുന്നു. ഈ ഒരു വൈറ്റ് ആയിരുന്നു കേട്ടോ. ഇതെൻ്റെ മമ്മിയുടെ ഫോൺ കേക്കാണ്. എൻ്റെ മമ്മി
ശരിക്കും എൻ്റെ അമ്മയുടെ. എൻ്റെ അമ്മയുടെ ഫോൺ കേസാണ്. ഇപ്പോൾ സന്ധ്യയായി, വിളക്കൊക്കെ കത്തിച്ച് നാമമൊക്കെ ചൊല്ലി. നിങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? നിങ്ങളിത് ഏത് സമയത്താണ് ഈ വീഡിയോ കാണണമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾ വല്ല 2-3 കാര്യങ്ങൾ മറന്നു. എന്താണെന്നറിയാമോ? ഞാൻ പറയാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ പ്ലീസ്. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ വീഡിയോകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷേ ഒരുപാട് കുട്ടികൾ കാണാൻ തുടങ്ങി. ആരൊക്കെയാണെന്ന് പറയട്ടില്ല കുട്ടികൾ, എനിക്കോലും പറഞ്ഞു. ഇതെങ്കിലും 10 വയസ്സിന് താഴെയുള്ള കുട്ടികളോ 10 വയസ്സിനും 20ൻ്റെ ഇടയ്ക്കുള്ള കുട്ടികളോ ഈ വീഡിയോസ് കാണുകയാണെങ്കിൽ അവിടെ ക്യൂട്ട് നെയിംസ് ഒന്ന് എനിക്കൊന്ന് അയച്ചേരണേ. ചുമ്മാ അറിഞ്ഞാണ്, എനിക്ക് വേണമെങ്കിൽ അയച്ചാൽ മതി, അല്ലാതെ അയക്കണമെന്ന് ആവശ്യമില്ല. ഞാൻ അതിലൊരാൾ നോക്കിയിട്ട് ആളുടെ പേര് ഞാൻ ഫോൺ കേസിൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ചോദിക്കുന്നുണ്ടാ, ഞാൻ ചിലപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ പറയുന്നില്ല. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ പേരറിയാമോ? മൈ നെയിം ഈസ് അനുഷ്ക BS. I am studying in 7th standard. If anybody is there in 7th standard, please like, subscribe and also share this video to your 5 friends. ചുമ്മാ പറഞ്ഞ ഷെയറിങ് വേണമെന്നില്ല. അപ്പം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. മൈ നെയിം ഈസ് അനുഷ്ക. I am studying in 7th standard. ഞാൻ ഒരു സ്റ്റുഡൻ്റാണെന്ന് നിങ്ങൾക്കും അറിയാം അല്ലേ? 7th സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ സ്റ്റുഡൻ്റാണ്. കോളേജ് സ്റ്റുഡൻറ്റ്, ഡോക്ടർ. ഇത് മണ്ടിയല്ലേ? നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് പ്ലീസ്. ഞാൻ കോൽ പിടിക്കാൻ നിങ്ങൾ. എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വേണമെന്നുണ്ട്. അതിൽ ഞാൻ ഒരു സബ്സ്ക്രൈബറിനെ എടുത്തിട്ട് ഞാൻ ഒന്നെങ്കിൽ പടം വരയ്ക്കും, അല്ലെങ്കിൽ ഞാൻ DIY ചെയ്യും അവരുടെ പേര്, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം അവരുടെ പേരുണ്ട് അത് ഞാൻ ചെയ്യാം. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു റെഡ് കളർ എടുത്തിട്ട് ഞാൻ നമുക്കൊന്ന് പൂവ് വരച്ചു വെക്കാം. ടൂൾ യൂസ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സിന് ഇവിടെ എന്താണ് ഒരു സൗണ്ട് കേട്ടതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പൗസ് ചെയ്തത്. ഗൈസ്, നിങ്ങൾ വിചാരിക്കും ഈ പിങ്ക് കളർ ഇടുന്നു നിങ്ങൾ അടിച്ചെടുത്താണ് ഗൈസ് ഈ സമയം. അപ്പോൾ നോക്കാൻ പോയി ഞാൻ പിങ്ക് കളറിൽ വരയ്ക്കാൻ പറയും. ഞാൻ ഇതിൽ എൻ്റെ അമ്മയുടെ കളർ B ആണ് എഴുതാൻ പോകുന്നത്. അപ്പം ഞാൻ നിങ്ങൾ ചോദിക്കാം, അനുഷ്കയുടെ അമ്മ ആരാ? അമ്മയുടെ പേരെന്താണ്? അമ്മയുടെ പേര് ബിന്ദുഷ. എൻ്റെ അമ്മയുടെ പേര് ബിന്ദുഷ. B വെച്ച് തുടങ്ങുന്ന ഏതെങ്കിലും കൊച്ചിൻ്റെ പേരുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്. ഇങ്ങനെ വൈറ്റ് കോട്ടടിച്ചിട്ട് റെഡ് കളർ തേക്കുമ്പോഴാണ് എനിക്ക് പിങ്ക് കളർ പറ്റണം. നല്ല അസല് പിങ്കടാ മോനെ. എൻ്റെ ഫ്രണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും കാണുവാണെങ്കിൽ ഹായ്.
ഫ്രണ്ട്സ് അങ്ങനെയൊന്നും ഫോൺ എടുക്കാറില്ല, കാരണം അവർക്ക് ഫോൺ യൂസ് ചെയ്യുന്നത് തന്നെ ഇഷ്ടം. ഞാൻ പറയുമ്പോൾ മാത്രം അവരുടെ അമ്മ കൊടുക്കും, എൻ്റെ കോപ്രായങ്ങൾ. ഞാൻ ഈ വെക്കേഷൻ കൊണ്ട് ഒരു 5 വീഡിയോസിൻ്റെ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്കൊക്കെ ഹാരി പോട്ടറിൻ്റെ ബ്ലൈൻഡ് ബാഗിൻ്റെ വീഡിയോ ഇട്ട് ഈ നശിച്ച ഇൻ്റർനെറ്റ് കളഞ്ഞ് നിങ്ങൾ എത്ര ആഗ്രഹിച്ചിട്ടും പറയുന്നു ഇപ്പം. നിങ്ങളടുത്ത് ബ്ലൈൻഡ് ബാഗ് പൊട്ടിക്കേണ്ട കമൻ്റൊന്നും പറഞ്ഞില്ല കേട്ടോ. പിന്നെ PK കുമാരി രംഗൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എൻ്റെ അനിയനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചേട്ടനുമല്ല ഇതിലുമല്ല കസിൻ അനിയനാണ് കേട്ടോ. എൻ്റെ കസിൻ അനിയൻ അവൻ്റെ കുടുംബത്തര എല്ലാം കൂടെ ആയിട്ട് വെച്ചേക്കുന്നതാണ്. അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്കൊക്കെ കുഴപ്പമില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ട് പറ്റും. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാവോള് പ്ലീസ്. അപ്പം ഇതാ ഞാൻ റെഡ് പെയിൻറ്റ് ചെയ്തു. നമുക്ക് ഈ റെഡ് വീഡിയോ തീർന്നു, പുതിയത് കാണണം. ഇന്നത്തെ റെഡ് ഇനി ബ്ലാക്ക് കൊണ്ട് B എന്ന് അക്ഷരം എഴുതാം. ഏതെങ്കിലും ആർട്ടിസ്റ്റ് ഇത് കാണുകയാണെങ്കിൽ ഐ ആം എൻ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യണേ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിൽ കടൽ ക്ലൗഡ് ചാനലിലുള്ള ചേച്ചിക്ക് ഒരു വലിയ താങ്ക്സ് തരാണ്. കാരണം ചേച്ചിയുടെ വീഡിയോസാണ് എനിക്ക് എല്ലാം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സ്പോൺസർ ചെയ്ത് തരണം. താങ്ക് യു ചേച്ചി ഫോർ ദ ഫ്രണ്ട്സ്. എൻ്റെ അച്ഛൻ വന്ന് എന്നെ ലുലു കൊണ്ടുപോകാൻ വിളിച്ച്. ഞാനിപ്പം നിങ്ങൾക്ക് ലുലു ഉള്ളൊരു വീഡിയോ കൂടി കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഇത്രയുള്ള എൻ്റെ ഫോൺ കേസിൻ്റെ ഒരു ദിവസം. ഇത്രയൊന്നും അല്ല, ഇനിയും ഉണ്ട്. പോവാൻ ധൃതി ആയതുകൊണ്ടാണ് ഞാൻ ഒരിടത്തും വരാൻ പോണത്. അപ്പം ഞാൻ അവിടെ വെച്ച് വീഡിയോ കോൾ ചെയ്യാം. പക്ഷേ വീഡിയോ എടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ആരാണ് എൻ്റെ അനിയത്തി. ഇതാണ് ഗൈസ് എൻ്റെ അനിയത്തി. ഇതാണ് ഗൈസ് എൻ്റെ അനിയത്തി. അതാ ഇതാണ് ഫൈനൽ റിസൾട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാനൊരു ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നതാണ്. B, എൻ്റെ അമ്മയുടെ B. ഇത് അമ്മയുടെ ഫോൺ കേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ അമ്മയ്ക്ക് വേണ്ടി സ്പോൺസർ ചെയ്തേക്കുന്നത്. ബൈ.